മാത്തൂരിലാണ് തോന്നുന്നു അക്ഷയ ഉള്ളത് അല്ലേ? അതെ, മാത്തൂരിലാണ്. അവിടെ കുറെ നേരമായി ഈ വോട്ടർമാർക്ക് പരാതിയുണ്ട്, കൂടുതൽ സമയം എടുക്കുന്നു വോട്ട് രേഖപ്പെടുത്താൻ എന്നുള്ള ഒരു പരാതിയുണ്ട്. അക്ഷയ വി കെ നമുക്കിപ്പം ചേരുന്നുണ്ട്. അക്ഷയ, ഇപ്പോഴും അവിടെ ആ മാത്തൂർ ഈസ്റ്റ് സ്കൂളിൽ തന്നെയല്ലേ ഉള്ളത്? അതെ ആര്യ, ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇവിടെ വലിയൊരു ക്യൂ ഇപ്പോഴും, നേരത്തെ നമ്മൾ കണ്ട അതേ ക്യൂ തന്നെ ഇപ്പോഴും ഉണ്ട്. ആ ക്യൂ കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നമ്മൾ നിന്നതാണ്. അപ്പോൾ ഇപ്പോഴും പോളിംഗ് മന്ദഗതിയിലാണെന്നുള്ള പരാതിയാണ് ആളുകൾ പറയുന്നത്. 1411 വോട്ടർമാരാണുള്ളത്. നേരത്തെ ഡോക്ടർ പി സരിൻ LDF സ്ഥാനാർത്ഥി ഇവിടെ സന്ദർശിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് 2 ബൂത്തുകളായി തിരിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു പരാതിയും ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ഈ സമയമാകും ഇവിടെ പോളിംഗ് കഴിയാൻ? സാധാരണ സമയത്ത് നേരത്തെ കഴിയേണ്ട സമയമാണത്. ഇതിപ്പോൾ നമ്മളുടെ ബോളിങ്ങിൻ്റെ മന്ദഗതിയിലായിട്ടുള്ള സ്ഥിതിവിശേഷമായതുകൊണ്ടാണ് ഇത്രയും വൈകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ക്യൂ ആണത്. സാധാരണ ഇത്രയും ക്യൂ അനുഭവപ്പെടാറില്ല അത് ഇത്രയും ഭാഗങ്ങളിലൊന്നും. ആകെ 1400 ചില്ലറ വോട്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ അത് 900 സംതിങ് വോട്ട് ആയിട്ടുള്ളൂ. എന്നിട്ടും അവിടെ പോളിംഗ് നടക്കുന്നില്ല. ഒരു VVPAT മെഷീൻ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 13 സെക്കൻഡൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അത് എടുത്ത് കഴിഞ്ഞ് അടിച്ച ശേഷം മാത്രമേ അടുത്ത ഒരാളെ വിളിക്കുന്നുള്ളൂ. ഒരാൾ പോളിംഗ് ചെയ്യാൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മറ്റേ വിളിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് നടത്താം. ആ പ്രോസസ്സിംഗ് നടത്താനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മടിക്കുകയാണ്, പേടിച്ചുകൊണ്ടുള്ള മടിക്കലാണ്. പോളിംഗ് നടപടിക്രമങ്ങളിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. പോളിംഗ് നടപടിക്രമം തന്നെയാണ് അതിൻ്റെ സത്യം. അത് പറയാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. നിങ്ങളത് പരാതി പറഞ്ഞിരുന്നു? ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ VVPAT മെഷീൻ ഫസ്റ്റ് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞത് ഇത് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്, വ്യത്യാസം വോട്ടിംഗ് മന്ദഗതിയിൽ എന്നുള്ള ഒരു പരാതി തന്നെയാണ് അവിടെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയം, സാധാരണ ഈ സമയമാകുമ്പോഴേക്കും അവിടെ വോട്ടിംഗ് തീരാറുണ്ട് എന്നുള്ളതാണ് പറയാറ്. ഒരിക്കലും